ഹായ് എവറി വൺ. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പവർ പോയിന്റിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആണ്. ഒട്ടും ലാഗ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കോഴ്സിലേക്ക് പോകാം. പവർ പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 മെത്തേഡ്സ് ഇവിടെ പറയാം. ആദ്യം തന്നെ സ്റ്റാർട്ടിൽ പോവുക. സ്റ്റാർട്ടിൽ പോയിട്ട് നമ്മളിവിടെ പവർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇവിടെ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 2 ഓപ്ഷൻസ് കാണാം. അൺപിൻ ഫ്രം സ്റ്റാർട്ട്, അതായത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അൺപിൻ ഫ്രം ടാസ്ക് ബാർ, എൻ്റെ ടാസ്ക് ബാർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പവർ പോയിന്റ് കാണാം. ഞാൻ ഇവിടെയും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അൺപിൻ ചെയ്യുകയാണെങ്കിൽ ആ പവർ പോയിന്റ് ഇവിടുന്ന് പോയി അല്ലേ. വീണ്ടും എനിക്ക് അവിടെ പിൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ പിൻ ടു ടാസ്ക് ബാർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നോക്കിക്കോളാം, കണ്ടോ ഇപ്പോൾ പവർ പോയിന്റ് ഇവിടെ ടാസ്ക് ബാറിലായിട്ട് പിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുറത്ത് വന്നൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടുന്ന് എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പവർ പോയിന്റ് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പവർ പോയിന്റ് ടാസ്ക് ബാറിൽ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്ഷനും ഇത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് തന്നെ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. പവർ പോയിന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെയുള്ള ഒരു സ്ക്രീനാണ് ആദ്യം കിട്ടുക. ഇതിൽ ഈ ബ്ലാങ്ക് പ്രസൻറ്റേഷനും ന്യൂ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കുറച്ച് തീംസ് ആണ്. തീംസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഇവിടെയുള്ള കാര്യങ്ങൾ പറയാം. അതായത് റീസെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള പവർ പോയിന്റ് ആണ് ഇവിടെ വരിക. ഓക്കെ, അതായത് ഒരു 2-3 ഡേയ്സിനുള്ളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പ്രസൻറ്റേഷൻസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതല്ല പിൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴും നമുക്ക് നോക്കേണ്ട പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ചില പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്കിങ്ങനെ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബ്രൗസ് ചെയ്ത് പോകുമൊന്നും വേണ്ട, ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എങ്ങനെ പിൻ ചെയ്ത് വെക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ റീസെൻ്റിലേക്ക് വരുന്നു. ഇവിടെ ഓവർ ഫിഷിംഗ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് ഇത് ഫ്രണ്ടിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എനിക്കിപ്പോൾ ഓവർ ഫിഷിംഗ് ആണ് പിൻ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ പിൻ ടു ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഇനി നമ്മൾ പിൻഡ് എടുക്കുമ്പോൾ നമുക്കിവിടെ ഓവർ ഫിഷിങ്ങിൻ്റെ സ്ലൈഡ് കൂടി കാണാം, PPTയും കൂടെ വന്നതായിട്ട് കാണാം. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ തീംസ് ആൻഡ് ടെംപ്ലേറ്റ്സിനെ പറ്റിയിട്ടാണ്. നമ്മളിവിടെ മോർ തീംസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിതാ ഒരുപാട് തീംസ് ആൻഡ് ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തീംസും ടെംപ്ലേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. തീംസ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. എന്നാൽ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസൈൻ എലമെൻറ്റ്സും അതുപോലെ തന്നെ കണ്ടൻസും ആണ്. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാനിവിടെ ഫ്രെയിം എന്ന് പറയുന്ന ഒരു തീമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ ക്ലിക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷനാണ് കിട്ടുക. അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ദെൻ ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തീമാണ് നിങ്ങൾക്ക് വന്നത്. ഇതിൽ കണ്ടൻസ് ഒന്നുമില്ല. ഇതിൽ നമ്മൾ വേണം കണ്ടൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇനി ഞാനിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്ന ഒരു ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് എനിക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് വേണ്ടതെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു, സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. സ്കൂളിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടെംപ്ലേറ്റ്സുകളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്ലേ ഗ്രൗണ്ട് റൂൾസ് എന്നുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നോക്കിക്കോളുക എന്താണ് തീംസും ടെംപ്ലേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. കണ്ടോ, തീംസ് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് കണ്ടൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ലൈഡാണ് കിട്ടിയത് അല്ലേ. എന്നാൽ ഇതിൽ നോക്കിക്കോളുക, കണ്ടോ എല്ലാത്തിലും കണ്ടൻസ് ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ തീംസും ടെംപ്ലേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നമ്മുടെ പവർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുത്തിട്ട് ഒന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ലേ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ മേലെയായിട്ട് കാണുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. എക്സലിലും വേർഡിലും ഒക്കെ തന്നെയും ഈ ഒരു ലേ ഔട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ക്വിക്ക്ലി ആക്സസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ക്വിക്ക് പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വിക്ക് പ്രിൻറ്റ് ഇവിടെ വന്നു. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല കൂടുതൽ ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മോർ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷൻസ് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബുള്ളറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ ബുള്ളറ്റ്സ് ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാ ബുള്ളറ്റ് പോയിൻറ്സും കാണാം. മനസ്സിലായല്ലോ. ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ക്വിക്ക് പ്രിൻറ്റ് വേണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ബുള്ളറ്റ്സ് നമ്മൾ മോർ കമാൻഡ്സിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ അത് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ബുള്ളറ്റ്സ് ഇവിടെ സെലക്ട് ചെയ്യുക, റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ബുള്ളറ്റ് പോയിൻറ്സും അവിടുന്ന് പോയി.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റുന്നത്. മനസ്സിലായല്ലോ? ഇനി താഴെയുള്ള ഈ ഒരു ആഷ് കളർ അല്ലേ, ആ ഏരിയയ്ക്ക് നമ്മൾ പറയുന്ന പേര് റിബൺ എന്നാണ്. ഓക്കെ ആണല്ലോ? ഈ റിബണിൽ നമുക്ക് ടാബ്സ് കാണാം. ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ എന്ന് പറഞ്ഞ് ഒരുപാട് ടാബ്സ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഈ ടാബ്, ഓരോ ടാബ് എടുക്കുമ്പോൾ, ഹോം ടാബ് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അല്ലേ. നമ്മുടെ ക്ലിപ്പ് ബോർഡിനൊരു ഗ്രൂപ്പ്, സ്ലൈഡിനൊരു ഗ്രൂപ്പ്, ഫോണ്ടിനൊരു ഗ്രൂപ്പ്. അതായത് ഓരോ പർപ്പസിനും ഓരോ ടാസ്കിനും ഓരോ ടൂൾ സെറ്റാണ് നമ്മുടെ ഈ പവർ പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഗ്രൂപ്പ് എന്ന് പറയും. അതായത് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പ്, സ്ലൈഡ് ഗ്രൂപ്പ്, ഫോൺ ഗ്രൂപ്പ്, അങ്ങനെ. അതേപോലെ തന്നെ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാം? കണ്ടോ, സ്ലൈഡ്സിന് വേണ്ടിയിട്ട്, ടേബിൾസിന് വേണ്ടിയിട്ട്, ഇമേജസിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ കാണാം. അതായത് ഹോൾ ഏരിയയെ നമ്മൾ റിബൺ എന്ന് പറയും. റിബണിൽ നമുക്ക് ഡിഫറെൻറ്റ് ടാബ്സ് കാണാം. ടാബ്സിൻ്റെ അണ്ടറിലായിട്ട് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഏരിയയ്ക്ക് തംബ്നെയിൽ ഏരിയ എന്നാണ് പറയുക. ഓക്കെ, തംബ്നെയിൽ ഏരിയ. അതുപോലെ തന്നെ ഈ മിഡിലായിട്ട് കാണുന്നത്, അതായത് നമ്മുടെ വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതിനെ സ്ലൈഡ് ഏരിയ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ പ്ലേസ് ഹോൾഡർ എന്നാണ് പറയുക. ഇവിടെ കാണുന്ന ഈ ഒരു ഏരിയ, ഇതിനെ നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയുക. ഇവിടെ നമുക്ക് സൂം ബാർ ഉണ്ട്. അതായത് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പവർ പോയിന്റിനെ കുറച്ച് വലുതായി കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സൂം ബാർ യൂസ് ചെയ്തിട്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെയായിട്ട് കാണുന്ന ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. ഇത്രയാണ് നമ്മുടെ പവർ പോയിന്റിൻ്റെ ഒരു ലേ ഔട്ട് എന്ന് പറയുന്ന സംഭവം. ബൈ ഡീഫോൾട്ട് പവർ പോയിന്റിൽ എപ്പോഴും നമുക്ക് വരുന്ന സ്ലൈഡ് ഇങ്ങനെയുള്ള ഒന്നായിരിക്കും. അതായത് ടൈറ്റിൽ ആഡ് ചെയ്യാനും സബ് ടൈറ്റിൽ ആഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്ലൈഡ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈഡ് അല്ലാണ്ട് പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം എന്നിരിക്കട്ടെ. നമ്മൾ ഈ തംബ്നെയിൽ ഏരിയയിൽ വരിക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ അടുത്ത സ്ലൈഡ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുതിയ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതല്ലാതെയും മെത്തേഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ന്യൂ സ്ലൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും പുതിയ സ്ലൈഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു സ്ലൈഡ് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടതെന്നിരിക്കട്ടെ, ജസ്റ്റ് ടൈറ്റിൽ മാത്രം മതിയെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഈ സ്ലൈഡ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം. ദെൻ ലേ ഔട്ട് എന്നുള്ള ഈ ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ലൈഡ്, ടൈറ്റിൽ ഓൺലി എന്നുള്ള ഒരു സ്ലൈഡ് ഉണ്ട്, അത് മാത്രമാണ് വേണ്ടതെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് ടൈറ്റിൽ മാത്രമുള്ള ഒരു സ്ലൈഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ പ്ലേസ് ഹോൾഡറിനെ, ഇതിപ്പോൾ ടൈറ്റിൽ മാത്രമായതുകൊണ്ട് നമുക്ക് സെൻറ്ററിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് ഇടാം. കണ്ടോ, ഇങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തോ അതിൻ്റെ ലേ ഔട്ട് നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നോക്കാം. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളിടത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതൊക്കെ മാറി കഴ്സർ മാത്രം വന്നു കഴിഞ്ഞു അല്ലേ. നമുക്ക് വേണ്ടത് എന്താണോ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സബ് ടൈറ്റിൽ ആഡ് ചെയ്യേണ്ട ഇടത്തിൽ ഞാൻ പ്രസൻറ്റഡ് ബൈ അസിത എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനെ എനിക്കൊന്ന് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, ബോൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇറ്റാലിക് ആണ് വേണ്ടതെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതെനിക്ക് സൈഡിലേക്കാണ് വേണ്ടത്, അതായത് റൈറ്റ് സൈഡിലേക്കാണ് വേണ്ടത് എങ്കിൽ, അതായത് റൈറ്റ് അലൈൻ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് കളർ കൂടി കൊടുക്കണം എന്നിരിക്കട്ടെ, ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യുക, ഏത് കളറാണോ വേണ്ടത് അതൊന്ന് കൊടുക്കുക. ഇങ്ങനെയുള്ളൊരു വ്യൂ ആണ് കിട്ടുക. ഇനി ഇതിൻ്റെ സ്ലൈഡ് ഷോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്ലൈഡ് ഷോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇങ്ങനെയായിരിക്കും വരിക. എസ്കേപ്പ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ സ്ലൈഡ്സിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി അടുത്ത സ്ലൈഡ് എടുക്കുന്നു. ഇവിടെ വേണ്ടത് കണ്ടൻസ് ഉള്ള ഒരു സ്ലൈഡാണ് വേണ്ടത് എങ്കിൽ എന്ത് ചെയ്യാം? ലേ ഔട്ടിൽ തന്നെ തിരിച്ചു വരിക. ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബുള്ളറ്റ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ എൻ്റർ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെയും അലൈൻമെൻ്റ് ഒക്കെ എനിക്ക് മാറ്റണം. ഹോം ടാബ് എന്ന് പറയുന്നത് ഞാൻ മിഡിലേക്ക് കൊണ്ടുവരികയാണ്. അതിനെ ബോൾഡ് ആക്കുന്നു. കുറച്ചുകൂടി ഒന്ന് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ വന്നിട്ട് ഇതും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബോൾഡ് ആക്കുന്നു. ദെൻ ഇതിനൊരു ഡിഫറെൻറ്റ് കളർ കൊടുക്കുകയാണ്. ഇനി അടുത്ത ഒരു സ്ലൈഡ് എടുത്തിട്ട്, അപ്പോൾ അങ്ങനെ നമ്മൾ 3 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തു. 3 സ്ലൈഡിനും നമുക്കൊന്ന് സ്ലൈഡ് ഷോനിട്ട് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ സ്ലൈഡ് ഷോ ഇപ്പോൾ വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു പുതിയ സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂ സ്ലൈഡ് എന്നുള്ളതിന് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേ ഓപ്ഷനാണ്, അതായത് ലേ ഔട്ടിൽ കാണുന്ന അതേ ഓപ്ഷനാണ്. ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാങ്ക് എന്നുള്ള ഒരു സ്ലൈഡ് എടുക്കുകയാണ്. നമ്മൾ കേഴ്സർ ഇവിടെ ആയതുകൊണ്ടാണ് ഇതിവിടെ വന്നത്. മനസ്സിലായോ? കേഴ്സർ നമ്മൾ ഇവിടെയായിരുന്നു ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയ സ്ലൈഡ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് കൊണ്ടുപോയി ഇടാവുന്നതാണ്. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ഞാനിങ്ങനെ സ്ലൈഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആക്കണം എന്നെനിക്ക് തോന്നുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരെ ഡിസൈൻ ടാബിലേക്ക് പോവാം.
ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു തീം നമുക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാം. ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു നമുക്ക് തീംസും ടെംപ്ലേറ്റ്സും പുറത്തുനിന്ന് സെലക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ആദ്യം തന്നെ തീമിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു തീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്, ഡിസൈൻ ടാബിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം ഞാൻ എടുക്കാൻ പോവാണ്. ഇവിടെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് കൂടുതലായിട്ടുള്ള തീംസ് നിങ്ങൾക്ക് കാണാം. ഞാനിതാ ഈ ഒരു തീമാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. താഴേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊന്ന് സ്ലൈഡ് ഷോ കൊടുത്ത് നോക്കാം നമുക്കല്ലേ. എൻ്റർ കീ പ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ലൈഡ് ഓരോന്നും വരുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തീം ഇനിയും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തീം സെലക്ട് ചെയ്യട്ടെ. നമ്മുടെ സ്ലൈഡ് ഷോ കംപ്ലീറ്റും ഇങ്ങനെയുള്ള ഒരു വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ലൈഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന് തന്നെ വാരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ പല പല കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതാണ് വാരിയൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തീം സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, മറ്റൊരു ഓപ്ഷനും ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ടു സെലക്റ്റഡ് സ്ലൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടോ ഫസ്റ്റ് സ്ലൈഡ് മാത്രം മാറിയിട്ടുണ്ട് അല്ലേ. ഇത് താഴേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ ആ ഒരു വ്യൂ ആണ്, പഴയ തീമാണ് കാണുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള തീം ഇഷ്ടമുള്ള സ്ലൈഡ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ലൈഡ്സിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇഷ്ടമുള്ള തീം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എങ്ങനെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയൽ ടാബിലേക്ക് പോകുന്നു. ദെൻ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് ടൈം ആണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും സേവ് ആസിലേക്കായിരിക്കും പോവുക. ദെൻ ബ്രൗസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. ദെൻ പവർ പോയിൻറ്റ് ട്യൂട്ടോറിയൽ എന്നാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പവർ പോയിൻറ്റ് 1 എന്ന് ഞാൻ റീനെയിം ചെയ്തിട്ടുണ്ട്. ദെൻ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മളിത് ഡെസ്ക്ടോപ്പിലേക്ക് മിനിമൈസ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതാ പവർ പോയിൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. കണ്ട, ഇതിങ്ങനെ കംപ്ലീറ്റ് പവർ പോയിന്റ് തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇങ്ങനെയല്ലാതെ നമുക്ക് സ്ലൈഡ് ഷോ മാത്രമായിട്ട് ഒരാൾക്ക് കൊടുക്കണം എന്നിരിക്കട്ടെ. അതായത് അയാൾക്ക് ഇങ്ങനെ സ്ലൈഡ് ഒന്നും എടുക്കാൻ പറ്റരുത്. പകരം എന്താണ് സ്ലൈഡ് ഷോ ആയിട്ട് തന്നെ ഒരു ഷോ ആയിട്ട് തന്നെ കൊടുക്കണം എന്നിരിക്കട്ടെ. എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫയലിൽ പോവുക, സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ദെൻ ബ്രൗസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സേവ് ആസ് ടൈപ്പിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ PPTX എന്ന് പറഞ്ഞിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പവർ പോയിന്റ് ഷോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതാ പവർ പോയിന്റ് ഷോ PPSX എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. ദെൻ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഞാനിത് മിനിമൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ 2 ഫയൽ കാണാം. ഒന്ന് PPTX ആണ്, ഒന്ന് PPSX ആണ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇങ്ങനെ സ്ലൈഡ് ഷോ ആയിട്ടാണ് വരിക. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളതുപോലെയല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. എക്സിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ വിൻഡോയിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പവർ പോയിന്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ, അതായത് PPTXും PPSXും ആക്കി സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സ്ലൈഡ്സിൽ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഈ 4th സ്ലൈഡ് ബ്ലാങ്ക് ആയി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇമേജസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻസേർട്ട് ടാബിലേക്ക് പോകുന്നു, പിക്ചേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഡിവൈസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് സ്റ്റോക്ക് ഇമേജസിൽ നിന്നാണ്. അപ്പോൾ സ്റ്റോക്ക് ഇമേജസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എന്തായാലും വേണം. നമുക്കിതാ ഇഷ്ടം പോലെ ഇമേജസ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഞാനിപ്പോൾ ഒരു ആപ്പിളിൻ്റെ ഇമേജാണ് സെർച്ച് ചെയ്യുന്നത്. ഈ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് റീസൈസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ എങ്ങനെയാണ് ഞാൻ നെയിം ചെയ്യുക എന്നുള്ളത്. ഈ ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിലേക്ക് തന്നെ വരിക. ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇടത്തിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇതിനെ ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും പ്ലേസും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഞാൻ വന്നിട്ട് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബോൾഡ് ആക്കുന്നു. ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടിക്കൊടുക്കുന്നു. അതിൻ്റെ മിഡിലേക്ക് അലൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ കളറും കൂടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ജസ്റ്റ് സ്ലൈഡ് ഷോ എടുക്കുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് വരികയുള്ളൂ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഈ ഒരു ഇമേജിനെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിന് ഒരു ആനിമേഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആനിമേഷൻസ് എന്ന് പറയുന്ന ഈ ടാബിലേക്ക് വരാം.
ദെൻ അപ്പിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് അപ്പിയർ ചെയ്യും. ഫെയ്ഡ് എന്നുള്ളത് ഫെയ്ഡ് ആയിട്ട് വരികയാണ് ചെയ്യുക. ഫ്ലൈ ഇൻ എന്നാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എനിക്ക് സ്പ്ലിറ്റ് ആണ് വേണ്ടത്. ഞാനിതാ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇതിനെ ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആനിമേറ്റ് ചെയ്തതിന് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്റ്റാർ എന്നുള്ള ഒരു മാർക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലൈഡ് ഷോ ഒന്ന് ഫസ്റ്റ് സ്ലൈഡ് തൊട്ടിട്ട് എടുത്ത് നോക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് വരിക. ഓക്കെ ആണല്ലോ. ഫ്രൂട്ട്സും ഈ ഇമേജും ഒന്നിച്ച് വരണം എന്നാണെങ്കിൽ കൺട്രോൾ കീ യൂസ് ചെയ്തിട്ട് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക. ദെൻ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഈ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് ഷോ അടിക്കുകയാണ്. രണ്ടും കൂടി സെയിം ടൈമിലേക്ക് വന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ സംഭവം ആനിമേറ്റ് ചെയ്യുന്നത്. കൂടുതൽ എഫക്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഹൊറിസോണ്ടൽ വരണോ വെർട്ടിക്കൽ വരണോ, അതായത് നമ്മളിപ്പോൾ സ്പ്ലിറ്റ് കൊടുത്തില്ലേ, അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്ലൈഡ്സിനെ ആനിമേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡ് എടുക്കുകയാണ്. ഇതിലുള്ള ഈ ടെക്സ്റ്റിനെ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. ദെൻ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് സ്മാർട്ട് ആർട്ട് എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൺവേർട്ട് ടു സ്മാർട്ട് ആർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ സ്ലൈഡിനെ കുറച്ചുകൂടി ഭംഗിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടോ, ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇതാ ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ് എന്നിങ്ങനെയുള്ള ഓപ്ഷനിൽ നമുക്ക് കിട്ടി. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കിവിടെ ആ ഒരു ടാബ് സ്മാർട്ട് ആർട്ട് ഡിസൈൻ എന്നുള്ള ഈ ഒരു ടാബ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഓപ്ഷൻസ് മാറ്റി കൊടുക്കാവുന്നതാണ്. അതായത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കൂടുതലും ഇതിന് ചേരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ തന്നെയാണ്. ഇൻസേർട്ടിന് ഇവിടെയും ഞാൻ വന്നിട്ട് ഒരു സ്മാർട്ട് ആർട്ട് കൂടി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ലൈഡ് കുറച്ചുകൂടി ഭംഗിയിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്ലൈഡ് ഷോ എടുത്ത് നോക്കാം. കണ്ടല്ലോ. അടുത്തായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് ട്രാൻസിഷൻസ് എന്ന് പറയുന്ന ഈ ടാബിനെ പറ്റിയിട്ടാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓരോ സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് വളരെ സ്മൂത്തായിട്ട് പോവാന്നുള്ളത്, സ്മൂത്തായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസിഷൻസ് എന്നുള്ള ടാബ് എടുക്കുക. നമുക്കിഷ്ടമുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിൽ. അതായത് ഫെയ്ഡ് ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും, പുഷ് ആണെങ്കിൽ ഇങ്ങനെ വരും, വൈപ്പ് ആണെങ്കിൽ ഇതാ ഇങ്ങനെ. അങ്ങനെ നമുക്കിഷ്ടമുള്ള ഒരു ട്രാൻസിഷൻ നമ്മൾ എടുക്കുക. വൈപ്പ് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഫക്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് റൈറ്റിൽ നിന്ന് വേണോ ലെഫ്റ്റിൽ നിന്ന് വേണോ, ഞാൻ അതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. വൈപ്പ് എന്നുള്ള ട്രാൻസിഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ടൈമിംഗ് എന്നുള്ളിടത്തിലേക്ക് വരികയാണ്. ഞാനിപ്പോൾ ഓരോ സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് പോകണമെങ്കിൽ എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതില്ലാണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഡ്യൂറേഷൻ എന്നുള്ളത് ഇത് തന്നെയാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളുടെ സ്ലൈഡിന് ഇനി സൗണ്ട് വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാം. അത് നമുക്ക് നോക്കാം. ഓൺ മൗസ് ക്ലിക്ക് എന്നുള്ളത് ഇവിടെ ടിക്ക് മാർക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈച്ച് ടൈം എൻ്റർ കീ അല്ലെങ്കിൽ മൗസിൽ ക്ലിക്ക് ചെയ്യേണ്ടി വരുന്നത്. അത് ഞാൻ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ആഫ്റ്റർ എന്നുള്ളത്, ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആഫ്റ്റർ എ സർട്ടൻ നമ്പർ ഓഫ് സെക്കൻഡ്സ്. അടുത്ത സ്ലൈഡിലേക്ക് എത്ര സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് പോകണം എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു 1 സെക്കൻഡ് ഇവിടെ സെറ്റ് ചെയ്തു. അപ്ലൈ ടു ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ സ്ലൈഡിനും ട്രാൻസിഷൻ്റെ ആ ഒരു സ്റ്റാർ മാർക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഞാനൊന്ന് സ്ലൈഡ് ഷോ എടുക്കട്ടെ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ആ വൈപ്പ് എന്നുള്ള സംഭവം കൊടുത്തുകൊണ്ട് അതേപോലെ തന്നെ വരുന്നുണ്ട്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അടുത്ത സ്ലൈഡിലേക്കും പോകുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രാൻസിഷനെ പറ്റിയിട്ടും കണ്ടു, അതേപോലെ തന്നെ എങ്ങനെ ടൈമിംഗ് സെറ്റ് ചെയ്യാം എന്നുള്ളതും കണ്ടു കഴിഞ്ഞു അല്ലേ. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ആനിമേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒബ്ജക്ട്സിനാണ്, അതായത് പിക്ചേഴ്സിന്, ഇമേജസിനൊക്കെ. അതേപോലെ തന്നെ ട്രാൻസിഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്ലൈഡ്സിനാണ്. ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ട് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം എന്നുള്ളത് കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ നേരത്തെ കണ്ടു ട്രാൻസിഷൻസ് അപ്ലൈ ചെയ്തപ്പോൾ സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലേക്ക് വരിക. ഞാനിപ്പോൾ വിൻഡ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ അപ്ലൈ ടു ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഫസ്റ്റ് സ്ലൈഡ് തൊട്ട് സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് ഷോ എടുത്ത് നോക്കാം. അടുത്ത സ്ലൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നോ സൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്ലൈഡിനെ പറ്റിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.